ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്കിതിന് പറയാനുള്ളത്. എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് ഒരു ചാലും ഏതെങ്കിലും ഒരു ഓൺലൈനോ ഏതെങ്കിലും ഒരു യൂട്യൂബോ കണ്ടാൽ അതിൻ്റെ വെയ്ത്താലെ പിന്നെ പണി. നല്ല സുഖം. എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പെടല് ഇവര്. ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല. അതുകൊണ്ട് തന്നെ മുതൽ ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി തരാൻ പഠിച്ചോൻ പറഞ്ഞേക്കാൻ അന്തംകമ്മികളാണെന്ന് നമുക്ക് അറിയാം. മുതൽ ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് കച്ചറുണ്ടാക്കാൻ വന്നിട്ട് കാര്യമില്ല. നിങ്ങളെ സഹോദരന് ഒരേക്കർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അരേക്കറുള്ളൂ. കാരണം എന്താ? ലിദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ. ഇത് ഖുർആനിലുള്ളതാണ്. പെണ്ണിനെക്കാട്ടിലും ഇരട്ടിയുണ്ട്. എന്തുകൊണ്ട്? മുതൽ കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയൂല. അവരോട് രണ്ടിട്ടം ചിരിച്ചാൽ 100 റുപ്യക്ക് കൊടുക്കും. വാട്സപ്പ് വിട്ടാലോ 1000 കൊടുക്കും. പിന്നെ അവർക്കൊരു അൽഫാം വാങ്ങി കൊടുത്താലോ 10,000 അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. റെഡിയായി. അൽഫാമിനാകെ 150 റുപ്യ ഉണ്ടാവുള്ളൂ. അതിന് 10,000 ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനത്തെ നമ്മളെ സഹോദരിമാരാണ് ഈ മറന്റെ അപ്പുറത്തിരിക്കണവര്. ഇവിടെ പെണ്ണുകളില്ല? ഇവിടെ ഉണ്ട്. എവിടെ ചെന്നാലും പ്രവർത്തകന്മാർ പറയും ആളൊന്നുമില്ല, പെണ്ണുങ്ങൾ നല്ലോണ്ട് അറിയും. അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിൻ്റെ വേത്താലെ കൂടിയിട്ട് പിന്നെ അതിൻ്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല. ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ ദിക്റെല്ലാം കുത്തറിഞ്ഞിട്ട്, ഹദ്ദാദെല്ലാം കുത്തറിഞ്ഞ്, തബാറക്കെല്ലാം കുത്തറിഞ്ഞിട്ട് പിന്നെ ഭർത്താവിനെ വേണ്ട. ഭർത്താവ് വെള്ളം ചോദിച്ചാൽ മാണെങ്കിൽ എടുത്ത് കുടിച്ചോളി. ഞാൻ ഇപ്പൊ ഇവിടെ ഹദ്ദാദില്ല, എടി ഗുളിക കുടിച്ചണം, കുറച്ച് താൻ്റെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആക്കണ അവിടെ ഫ്ലാസ്കിൽ ചുടുവെള്ളം, അപ്പുറത്താക്കണ പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി. ഞാൻ തബാറക്ക കയ്യാതെ നീച്ചൂല വിടുന്നു. എന്തത്ത് തബാറക്ക?